എന്താ നോട്ടമായത്? ഒരു സുന്ദരി ഇവിടെ ഒരുങ്ങിക്കെട്ടി വന്ന് ചിന്തിക്കുമ്പോ അങ്ങ് നോക്കിക്കോണം. നോക്കി അങ്ങ് ദഹിപ്പിക്കുവല്ലേ ഇപ്പൊ. അങ്ങനെ കൂടുതൽ നോക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളങ്ങ് ആര്യങ്കാവിന്ന് വരുവാ, ഇവിടുത്തുകാരല്ല. ആര്യങ്കാവെന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാം. എന്റെ പൊന്നെ, എന്തോ കുരങ്ങിന്റെ ശല്യമാണെന്നറിയാമോ? പെരക്കകത്തി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ആണ്ടാ അവർക്കൊക്കെ അറിയാം. ഒരു സാധനം കയറ്റി വെക്കാൻ പറ്റുമോ അടുക്കളക്കകത്തി? തേങ്ങാമുറി വെച്ചാൽ എല്ലാം കുരങ്ങനെടുത്തോട്ട് പോകും. വീട്ടിൽ കയറി അങ്ങ് നാശമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നാശമാണെന്നറിയാമോ? ഞങ്ങൾ അച്ഛന് ഞങ്ങൾ 7 മക്കളായിരുന്നു. 4 എണ്ണത്തിനെ കുരങ്ങനെടുത്തോട്ട് പോയി. ബാക്കി കൊണ്ടായിരിക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. പിന്നെ എന്റെ മോളെ കെട്ടിച്ചു വിട്ട് അങ്ങ് ഊട്ടിയില്ല. മരുമോനും മോളും കൂടെ പറഞ്ഞു അച്ഛനും അമ്മയും കാര്യം ഇവിടെ നിൽക്കണ്ട, കുരങ്ങന്റെ ശല്യമില്ലയോ, ഇതെല്ലാം വിറ്റ് പറഞ്ഞ് അങ്ങ് ഊട്ടി അങ്ങ് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഇറക്കി നിർത്തിയേക്കുവാ എന്റെ കെട്ടിയാനും മരുമോനും കൂടെ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോയതാ. എനിക്ക് പൊതിയും മാറ്റോണ്ട് വരാമെന്ന് പറഞ്ഞു. പോയിട്ട് 1 മണിക്കൂറായി, ഇതുവരെയും കാണുന്നില്ല. ഒരു പെണ്ണിനെയൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ വെക്കുമോ? അറിയാതെയാണോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ കടയിലിരുന്ന് ഒരു ചെറുക്കൻ എന്നെ ഒരു നോട്ടം, എന്റെ ഉയിരങ്ങ് പോയെന്ന്. പിന്നെ ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കണ്ട ആരായാലും ഒന്ന് നോക്കി പോകും. നിങ്ങളുടെ ഭവാനിയാ ഞാൻ, നീ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പിന്നെ എന്താ ഞാൻ വിളിച്ചു പോകുന്നേ? അത് നിന്നെ ആര് വിളിച്ചു? പിന്നെ എന്റെ ഭവാനി എന്ന് വിളിച്ചത്? എന്റെ ഭഗവാനെ എന്ന് വിളിച്ചാടി. പെട്ടെന്ന് പോണം, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോണം. പെട്ടെന്ന് പോകുന്ന അങ്ങനെ എന്താ പറയുന്നത്? ചെറുക്കൻ എന്തിയെ? അവൻ വന്നോളൂ, നമുക്ക് ബസ്സിൽ കയറി അങ്ങ് പോകാമെന്ന്. നീ അങ്ങനെ ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ലെന്ന്. ചെറുക്കൻ വരാതെ പോകാൻ പറ്റുമോ? അവനില്ലേ അവിടെ വസ്തുവും തലമൊക്കെ നോക്കി വെച്ചേക്കുന്നേ. അവനില്ലാതെ എങ്ങനെ പോന്നെ? എടി അവൻ കാറിൽ അങ്ങ് വരും, നമുക്കങ്ങ് പോകാം. പെട്ടെന്ന് സഞ്ചരി. എന്റെ പൊന്നു മച്ചാണ് ഞാൻ പറയുന്നതെന്ന് കേക്ക്. നിങ്ങൾ എനിക്ക് ആകാരം മഞ്ചോണ്ട് വരാമെന്നും പറഞ്ഞു പോയാന്നോ? എനിക്ക് പറ്റുന്നിട്ട് ഒരു ചവിട്ടടി നടക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എടി നിനക്ക് ഞാൻ അവിടെ പോകുന്ന വഴിക്കല്ലോ മേടിച്ചെടുത്ത് പോകാമെന്ന് എടുത്തോണ്ട് പോവാ. പെട്ടെന്ന് അങ്ങ് പോവാം. അവിടെ എന്തോ നാശം ഉണ്ടാക്കിയിട്ട് വന്നാന്ന് തോന്നുന്നു. സത്യം പറ, നിങ്ങളുടെ സ്വഭാവം വെച്ച എന്തോ നാശം ഉണ്ടാക്കിയിട്ട് വന്നേക്കോ അയാൾ. ഞാൻ എന്തോ കാണിച്ചു വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേ. കുരങ്ങന്റെ ശല്യം കാരണോ ഞാൻ വീട് വിട്ടു പോന്നാ ഞാൻ ഇവരോട് പറഞ്ഞു. കുരങ്ങനേക്കായി വലിയ ശല്യക്കാരനാണ് ഇയാള്. മനസ്സിലായോ? നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കട ഇട്ടിട്ടുണ്ട്. ചായയും പലഹാരം ഒക്കെ ഉണ്ട്. 10 തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ 11 കടി കൊടുക്കും ഇയാൾ. അലമാരിക്കകത്തിരിക്കുന്ന കടി എടുത്ത് കൊടുക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതായിരുന്നു ഞാൻ തിരികെ ശാന്തമായി പിടിച്ച് കടിച്ചത്. നീ എനിക്ക് കണ്ണ് കാണാത്തോണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നു. എന്റെ മുഖത്ത് നോക്കുമ്പോ മാത്രമേ ഇയാൾക്ക് കണ്ണ് കാണാത്തേ ഉള്ളൂ. 65 വർഷമായിട്ട് നിന്റെ ഈ മുന്നിയല്ലേ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇനി പുതിയ ലോകവും പുതിയതൊക്കെ ഒന്ന് കാണുന്നത് രസിക്കട്ടെന്ന് ഞാൻ കണ്ടോ. 65 വർഷം ഈ മുന്നിൽ കണ്ടോണ്ടിരുന്നിട്ട് അങ്ങാർക്ക് തത്തോട്ടില്ല. അങ്ങാർക്ക് അങ്ങനെ പറയാൻ തോന്നും. ആലോചിച്ച് നോക്കാം. പണ്ട് ഇയാൾ എന്റെ പുറകെ കണ്ണും കലാശവും കാണിച്ച് നടക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം അമ്പലത്തിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, വഴിവക്കന് വന്ന് ഇന്നില്ല പഞ്ചാര വർത്താനം പറയും. 1-2 പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴേ ആർക്കാ ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാത്തത്. ഞാനും അങ്ങനെ അങ്ങ് വീണു. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഇവിടെ എന്റെ കൂടെ നിൽക്കാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്തു എന്നോട് പറഞ്ഞതറിയാവോ? സാക്ഷാൽ ദേവി ഇല്ലയോടി എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പിന്നെ അങ്ങനെ ഞാൻ വീണതാ. ഇയാളെ കാരണം ഈ അയലോക്കത്ത് കിടക്കുന്നവർക്ക് വരെ നാച്ചക്കള. ഇയാളെ കൊണ്ട് വെറുതെ കുട്ടിയിട്ടാ ഇവിടെ പോകുന്നത് അറിയാവോ? നീ പറഞ്ഞ എന്തോന്ന് എനിക്ക് മനസ്സിലായി. ഇവള് പറഞ്ഞത് എന്തോന്നറിയാം, ഞങ്ങളുടെ വീടിന്റെ അയലത്തെ വീട്ടിലൊരു കൊച്ചുണ്ട്, തങ്കമണി. ഇവള് എന്നും നല്ലപോലെ പാട്ട് പാടും. ഈ കൊച്ചിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ജനലിന്റെ സൈഡിൽ ചെന്ന് എന്നും ഇങ്ങനെ കേൾക്കും. അന്നും പറഞ്ഞ് ഇവള് വേണ്ടാതീനം പറഞ്ഞുണ്ടാക്കിയ പെണ്ണുമ്പളെ ഇവള് കേട്ടോ അനാവശ്യം പറഞ്ഞുണ്ടാക്കാൻ. വേണ്ടാതീനമാണ്. കുളിമുറി കയറി കുളിക്കുമ്പോ മാത്രമായി കൊച്ചു പാട്ട് പാടും. കൊച്ചു സാധകം ചെയ്യുന്നതാണ്. പിന്നെ കുളിച്ചോണ്ടിരിക്കുമ്പോഴല്ലോ സാധനം ചെയ്യുന്നേ. ആരെയും വെള്ളത്തിലല്ലേ പിന്നെ സാധകം ചെയ്യുന്നത്? അതെ അതല്ലോ. മാറ്റം അടിച്ചോണ്ട് നീ പെട്ടെന്ന് പോണം. ഞാൻ പെട്ടെന്ന് ചെറിയാതെ ചെറുക്കലിഞ്ഞോണ്ടെന്ന് പറഞ്ഞ തോട്ടവൻ വരുന്നുണ്ട്. വരുന്നോ? ചെറുക്കനാണോ അത്? ശ്രദ്ധിച്ചു നോക്ക്. എടി ആ പാറി പറന്ന് നടക്കുന്ന ചെമ്പൻ മുടിയും ആ വെളുവെളുത്ത തൊലിയും ആ കഴുത്തേല് തേളിന്റെ പടമുള്ള ടാറ്റും തോളി കിടക്കുന്ന ആ ബാഗും ഇതെല്ലാം കണ്ടാൽ മനസ്സിലാകത്തില്ല ഒരു മദാമ ആകാശത്തോട്ട് വീഡിയോ പിടിച്ചിട്ട് ഇതാണ്. കണ്ടോ ഇയാളെ കണ്ണിന്റെ തോക്കല് കണ്ടോ? 1.5 കിലോമീറ്റർ മലയുടെ വണ്ട നിൽക്കുന്ന മാതാമ്മയുടെ തോളയിലെ ടാറ്റു ഞാൻ കണ്ടു തേളിന്റെ. എന്റെ ഈ ഉണ്ണി ഉണ്ടല്ലോ 56 വർഷമായാലും ഇതുവരെ കണ്ടിട്ടില്ല. അറിയാവോ അയാളെ കണ്ണിന്റെ തോക്കയാണ്. പോകാൻ നമുക്ക് പോകാൻ നാളെ ചെറുക്കം വരുന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876.
ഇവിടെ കെട്ടിയവൻ എന്തേ? ഇവിടെ കെട്ടി വെച്ചേക്കുന്നു. കെട്ടിവെച്ചെന്നല്ല ചോദിച്ചത്, നിങ്ങളുടെ കെട്ടിയവൻ എന്തേന്ന്. എടാ എന്താ കെട്ടി വെച്ചേക്കുന്ന കാര്യമാണോ നീ പറയുന്നേ? ഒന്നും കെട്ടിവെച്ചേക്കുന്ന നല്ല പറഞ്ഞത്. പിന്നെ എന്തുവാ? നിങ്ങളുടെ കഴുത്തെ താലി കെട്ടിയ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ, അയാൾ എന്തേന്ന്. നീ ചവച്ച് കാണിക്കാതെ ഉള്ള കാര്യം എന്തോന്ന് വെച്ചാൽ തുറന്നു പറ, എനിക്ക് എന്നാലേ മനസ്സിലാവും. ആ കിളവനേക്കാളും മുടിഞ്ഞ വിത്താണ് ഈ തള്ള. രണ്ടുപേരും കൂടെ കാര്യങ്ങൾ പറഞ്ഞ ആന വാ തുറന്നു പിടിച്ചിരിക്കുന്ന പോലെ ചെവിയുടെ കേൾവി ശക്തി. ഞാൻ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പ രണ്ട് ചെവിനെ ഷട്ടർ ഇട്ട് കളയും. ഇഷ്യൂ അല്ലേ, എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. എന്ത് ലോട്ടറി അടിച്ചു 1 കോടി? അമ്മ ഇരിക്കുന്ന എനിക്കറിയാം. ഇത് പറഞ്ഞ ഏത് മാളത്തിൽ നിന്നാണെങ്കിലും ചാടി പറഞ്ഞ് വെളിയിൽ വരുമെന്ന്. ലോട്ടറി അടിച്ചെന്ന് എന്നെ മുഖത്തോട്ടൊന്ന് നോക്കിക്ക്. എന്താ പറ്റിയതാടാ? ഇങ്ങാര് ചെയ്തു വെച്ച പണിയാണ്. അതെ ശരി, ചെറുക്കനെ കൊണ്ട് ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചെറുക്കന് മേക്കപ്പ് ചെയ്യുമായിരുന്നു. മേക്കപ്പ് ഒന്നും അല്ലെന്ന്. എന്തുവാ? ആ ഹോട്ടലിലെ ബംഗാളികൾ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചേക്കുവാൻ. പിടിഞ്ഞോ? ദോശക്കല്ലിട്ട് എന്റെ മുഖം പിടിച്ച് ഒരച്ചതാണ് അവന്മാര്. കാണിച്ചു വെച്ചേ. അത് മാത്രമല്ല, എന്തുവാ വേറെ കഥയുണ്ട്. ആ കഥ പറ. ആ ഹോട്ടലിൽ ചെന്നിരുന്ന് ചായ കുടിച്ച് പാഴ്സലും മേടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറയടാ, ഞാൻ ഫുഡ് കഴിച്ച് ഒരു ആപ്പിൾ കൂടെ ചെല്ലാനുള്ള ഗ്യാപ്പ് എനിക്കുണ്ട്, ഞാൻ ആപ്പിൾ തിന്നിട്ടെന്ന്. അപ്പുറത്ത് മാറിയിരുന്ന ആപ്പിൾ തിന്നുമായിരുന്നു. ആ ആപ്പിൾ ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്നിട്ട് ഒരു കഥയുണ്ടല്ലോ അമ്മച്ചി. അന്നേരം ഇയാൾ കുരങ്ങനോട് കഥയും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതല്ല, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം കുരങ്ങൻ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ആദ്യം കൊണ്ടുപോയ സാധനം കുരങ്ങൻ തിരിച്ചു തരുമെന്നുള്ളൊരു കഥയുണ്ടല്ലോ. മക്കളെ മനസ്സിലായില്ല, ഒന്നൂടെ പറഞ്ഞേ. ഇനി പറഞ്ഞാൽ തെറ്റിപ്പോവും. അതായത് കുരങ്ങൻ ഈ കയ്യിരുന്ന ആപ്പിൾ കൊണ്ടുപോയി. ആ ആപ്പിൾ കിട്ടാൻ വേണ്ടി ഇയാൾ എന്തോ എറിഞ്ഞു കൊടുത്തേന്ന് അറിയാവാ? എറിഞ്ഞു കൊടുത്തു. പെരേ സ്ഥലവും വിറ്റ് കിട്ടിയ പൈസയും ബാഗും എടുത്ത് കുരങ്ങൻ എറിഞ്ഞിട്ട് കൊടുത്തേക്കുന്നു. ആക്രാന്തം പാടില്ല മനുഷ്യന്. ഒരാപ്പിളിന് 1 കിലോ ആപ്പിൾ ഞാൻ മേടിച്ചു തന്നേനെ. സ്വന്തം മരുമോനായ ഞാൻ ഒരു 500 രൂപ ചോദിച്ചാൽ ഇയാൾ തരില്ല. ഒരു പരിചയമില്ലാത്ത കുരങ്ങൻ ഒരു ആപ്പിളും 5 ലക്ഷം രൂപ എടുത്ത് എറിഞ്ഞ് കൊടുത്തേക്കുന്നു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചോട്ടെ കുരങ്ങൻ പൈസ തിരിച്ചു തരുമായിരിക്കും വിചാരിക്കും. പിന്നെ കുരങ്ങൻ ഗൂഗിൾ പേയും കൊണ്ട് നടക്കുമല്ലേ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന പൈസ തിരിച്ച് സെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. 5 ലക്ഷം രൂപ ഒരു ആപ്പിളുമായിട്ടാണ് കുരങ്ങൻ പോയേക്കുന്നത്. മിക്കവാറും അത് കാട്ടി ഫ്രൂട്ട്സ് കട ഇട്ട് കാണും. മര്യാദക്ക് പോയി കുരങ്ങൻ കടയിടുന്നതിന് മുമ്പുള്ള കാശും വാങ്ങിച്ചോണ്ട് വന്നു. നീ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ കുരങ്ങന്മാരോടെ കടന്ന് വളർന്ന മനുഷ്യനാ, അതറിയാവോ? കുരങ്ങന്മാരോടെ കിടന്ന കാര്യമൊന്നും പറയണ്ട. ഈ ഉടുപ്പൊന്ന് പൊക്കി നോക്കി അറിയാം. കിടന്ന കുരങ്ങൻ മാന്തിപ്പറിച്ച് വെച്ചിട്ട് പോയേക്കെ. ഞാൻ ചെയ്തോളാം. നീ നിന്റെ കാര്യം നോക്കാം. എന്റെ പൈസ പോയെങ്കിൽ ഞാനൊക്കെ സഹിച്ചു. നിങ്ങളുടെ പൈസ പോയെങ്കിൽ നിങ്ങൾ സഹിച്ചോ. ഞാനിതൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ട്. ലോകത്തെങ്ങും പെണ്ണില്ലാത്ത പോലെ വന്ന് കയറി കൊടുത്താണ്. അവക്ക് ദുബായിലിരുന്ന് അച്ഛനമ്മയെ നോക്കണേ, അച്ഛനമ്മയെ നോക്കിക്കോണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വഴിയേറി കിടന്ന കുരങ്ങനുമായിട്ട് വരെ മൽപ്പിടുത്തം പിടുത്തന്റെ ഗതികേടായി എനിക്ക്. അതെല്ലാം പോട്ട് എന്റെ ഈ മുഖം ഇങ്ങനെ ആക്കിയതിന് ആര് സമാനം പറയും? നിങ്ങളാണല്ലോ ആക്കിയത്. എടി സംഭവം തോന്നറിയ ഇവൻ ആ കടയിൽ കയറിയപ്പോ അടുക്കള കയറിയ പെണ്ണുങ്ങളോട് വേണ്ടാതീനം പറഞ്ഞു. പറയരുത്. അമ്മായി എത്തിനാണ് ഞാൻ നോക്കത്തില്ല. എന്റെ പൊന്നു തമ്പുരാനെ, അമ്മായി മനുവോന്ന് ഒരേ കണക്കായി പോയല്ലോ. അയ്യോ എന്റെ പൊന്നമ്മച്ച, ഞാനൊന്നും ചെയ്തില്ല. ആഹാ, ആവശ്യമില്ലാത്ത കാര്യം എന്റെ തലയിലെടുത്ത് വെക്കുമല്ലേ. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. എന്താ അമ്മ ഇയാള് കാണിച്ചിട്ടുള്ള പരിപാടിയൊന്നും അമ്മയ്ക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. കുറെയൊക്കെ എനിക്കറിയാം. അതിനേക്കാളും വലുതുണ്ട്. അതോ, ഞാൻ ചില സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നാട്ടുകാർ എന്റെ ചെവിയിൽ ഇയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ എന്റെ ചെവിക്കകത്തുനിന്ന് ചെവിക്കായം വരെ തെറിച്ചു പോയിട്ടുണ്ട്. ആ സൈസ് വൃത്തികേടാ കാണിച്ചു വെച്ചിരിക്കുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി എവിടെ പോണെന്നാണ് പറയുന്നത്? ഇയാളുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി നടക്കാൻ പോവാന്നാ എന്നോട് പറഞ്ഞേ. കൊഴുപ്പല്ല, പറയിപ്പിക്കരുത്. ഇയാള് പോയിട്ട് ആ റിസോർട്ടിലെ കുറ്റിക്കാട്ട് കയറി കുത്തിയിരിക്കുന്ന പരിപാടിയാണ്. എന്റെ ഭവാനി, ഞാൻ അവിടെ ചൂണ്ടയിടാൻ പോകുന്ന സ്വിമ്മിംഗ് പൂളിനകത്ത് മീനെ പിടിക്കാൻ പോണ ലോകത്തെ ഒരേ ഒരു വ്യക്തിയാണ് ഈ മകൻ. മദാമ്മമാര് കുളിക്കാൻ വരുമ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂളിന്റെ അടി മുങ്ങാൻ കൊടിയിട്ട് കിടക്കുന്ന പരിപാടിയായിരുന്നു. ഒരു ദിവസം മദാമ്മമാരെല്ലാം പിടിച്ച് കരയിലിട്ട്. എന്നിട്ട് അപ്പൊ അവരോട് പറയുവാണ്, ഒന്നും ചെയ്യണ്ട, ഇത് സ്വിമ്മിംഗ് പൂളിൽ വളർത്തുന്ന പ്രത്യേകതരം കാരാമയാണ്. സംസാരിക്കുന്ന ആമയെ കണ്ട് അത്ഭുതപ്പെട്ട് അവര് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. മിക്കവാറും ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കണം, ഞാൻ തന്തിയാകുമ്പോ മരപ്പറയിലൊന്നും കുളിക്കാൻ കയറുന്ന ഞാൻ പറയും പേടിയാ എന്റെ ഈ വാതിക്കലോട്ടൊന്ന് ഇരിക്കണേന്ന്. ഇയാൾ അന്നേരം എന്തോ പറയുന്നതെന്നറിയാമോ? ഞാൻ തറവാട്ടി പറഞ്ഞ അന്തസ്സുള്ളവനാടി. സ്വന്തം പെണ്ണും പിള്ളേരെ കുളിച്ചും പോലും ഞാൻ നോക്കത്തില്ലെന്ന് കരുതലുകൾക്ക് ഞാൻ കേട്ടോ. ആദ്യം പറഞ്ഞ് നേരെ ആക്കട്ടെ. എടാ, കുരങ്ങൻ കൊണ്ടുപോയ സാധനം കുരങ്ങൻ കൊണ്ട് തിരിച്ചു തന്നോളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ വേറെ വരുന്നത് കുരങ്ങനിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചാണ് നമ്മൾ മനുഷ്യരുണ്ടായിരിക്കുന്നത്. അതാണ് നീ മനസ്സിലാക്കണം. അതും ഇതും പറഞ്ഞോണ്ടിരിക്കുക. അത് കുരങ്ങന്റെ പൈസ വായിക്കാനുള്ള മാർഗം നോക്ക്. തന്തിയാവുന്ന
ഞാനാ മിണ്ടരുത്. ഞാനാന്നോടാ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒച്ച എടുത്തു കഴിഞ്ഞാൽ ആ കുരങ്ങൻ പോവും. കഴുത്തെ ബാഗുണ്ട്, പൈസ ഒന്നും പോയിട്ടില്ല, ഒരു പണിയുണ്ട്. അവിടെ നില്ല്. നിനക്ക് കുരങ്ങനെ പരിചയമുണ്ടോ? ഞങ്ങൾ തമ്മിലാ പരിചയം. എന്റെ നില ബാഗ് മേടിച്ചിട്ട് പോയാ ഞാൻ ചോദിക്കാം, അറിയില്ല. ഹലോ, ഇങ്ങനൊന്നും കാണിച്ചാൽ അത് പൈസ ആയിരുത്തില്ല, പോകും. ഇങ്ങനൊന്നും അല്ല കാണിക്കേണ്ടത്. ഞാൻ മാറിയിരിക്കും, ഞാൻ കാണിച്ചു തരാം. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ കുരങ്ങനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കല്ലേ. ആട് റോഡിൽ കുരങ്ങനാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ ഇവന് വിശ്വാസമില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ അത് തിരിച്ചു വരും, കണ്ടോ. കുരങ്ങ കുഞ്ഞേ, കുരങ്ങ കുഞ്ഞേ, പിടിച്ചോ. ആ പൈസ ഉണ്ടോ നോക്ക, പൈസ ഉണ്ടോന്ന് അറിയാൻ പറ്റുന്നു. നീ എന്താണ് പറഞ്ഞത്? കാശ് തിരിച്ചു വന്ന കേട്ടോ, കാശ് കിട്ടി. അതാണ് കുരങ്ങനായിട്ടുള്ള ബന്ധം. കാശ് കിട്ടിയല്ലോ, ഇനി പോവാം. ഇവന് വിശ്വാസമായില്ല, ഇവന് ഇതിപ്പോ കേട്ടോ, ഇവന് ഒട്ടും വിശ്വാസമായിട്ടില്ല, ഇവന് വിശ്വാസമായിട്ടില്ല. തെളിച്ചു തരാടാ ഞാൻ. നിന്നെ മാലയും കുരിക്കടി. പിന്നെ 5 പവന്റെ മാല കുരങ്ങനെ കൊടുക്കാവുള്ള, നിങ്ങളുടെ അങ്ങോട്ട് ഉരി കൊടുക്കും. ശരി, വേണ്ട. ഇത് 7 പവനുണ്ട്. ഇതങ്ങോട്ട് കൊടുത്തുമ്പോ നീ കണ്ടോ, എന്താ കുരങ്ങൻ പോലെ പിടിച്ചടാ. ഇനി ഈ പഴം എടുത്തിട്ട് കൊടുക്കുമ്പം മാല തിരിച്ചു തരും, കണ്ടോ. കുരങ്ങൻ പോലെ പിടിച്ചടാ. ഇനി മാലയിട്, മാലയിട്. 6 പവന്റെ മാല കൊടുത്തപ്പം കുരങ്ങൻ പഴത്തൊലി ഇട്ട് തന്നിട്ടുണ്ട്. അത് പഴമായിട്ടാണ്. അത് അവിടെ നിന്ന് നോക്കിയപ്പോ കുരങ്ങന് മനസ്സിലായി കാണും, എന്തുവാ ഇത് പഴവാന്ന്. അത് അതുകൊണ്ടാ. ഒരു കാര്യം പരിപാടി നോക്കാം. അല്ല, ഇത് കൊടുക്കട്ടെ, ഇത് കൊടുക്കാൻ മാല ഇടും. കുരങ്ങ ഇതങ്ങോട്ട് ഇട്ട് തരാം, മാല ഇട്ട. പിടിച്ചോ. മാലയിട്. എന്തോ പറയാണെന്ന് പറ, ചുമ്മാ ഇന്ന് ആ സനല് വിളിക്കുന്നത്. ഹലോ, എടാ അമ്മായി അച്ഛൻ ഇവിടെ ഇടക്കെത്തിയപ്പോ കുരങ്ങനുമായിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. ഞാൻ വരുവാടാ. ആ സനലാണ് വിളിക്കുന്നത്. അവന് കാറൊന്ന് വേണമായിരുന്നു, അവന്റെ പിള്ളേരെയും ഭാര്യയൊക്കെ ആയിട്ട് പഴനി വരെ പോവാനാണ്. സനലിന്റെ കാറ്. ഹലോ, സനലാന്നാടാ. നിനക്ക് ഈ കാറിനകത്ത് നിന്റെ പെണ്ണുമ്പിള്ള പിള്ളേരെ കെട്ടി ഇരിക്കൊണ്ട് വളഞ്ഞു കേട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ അതിനേക്കാൾ വലിയൊരു കാര്യം നടന്നോണ്ടിരിക്കുക. ഇപ്പൊ സൗകര്യമില്ല. നീ വേറെ ഏതായാലും വണ്ടി വിളിച്ചോട്ട് പോ. ഇത് കൊള്ളാമല്ലോടാ. എന്തൊരു ചോക്കാടാന്ന് നോക്കി. ഈ ഒച്ചട്ട് പോ നിന്റെ പാട്ടിന്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങും വിളിക്കത്തില്ല അവൻ. പറച്ചില് കേട്ടാ തോന്നും എന്റെ കാറ് സനല് ചോദിച്ചാണ്. ഇവരെ കൊണ്ടുവരാൻ വേണ്ടി സനലിന്റെ കാർ ഒരു ദിവസത്തേക്ക് ഞാൻ എടുത്തോണ്ട് വന്നാണ്. ആ പറച്ചിലാണ് സനലിനോട്. ഭരതനാട്യം കഴിഞ്ഞായിരുന്നു. മാല കിട്ടിയില്ല. ആ മാലയും കൊണ്ടുള്ള കുരങ്ങന്റെ പോക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏതോ പരസ്യത്തിൽ അഭിനയിക്കുന്ന കുരങ്ങനാന്ന് തോന്നുന്നത്. ഇനി മാലയും കൂലയും നോക്കി വയ്ക്കാൻ പറ്റത്തില്ല. സനലി വിളിച്ചേക്കുവാണ്, അവന്റെ വണ്ടി കൊണ്ട് കൊടുക്കണം. അവന്റെ ഭാര്യയും മക്കൾക്കും പഴനി പോകാനുള്ളതാണ്. ബസ്സിന് പോവാൻ ബസ്സിനൊന്നും പോകാൻ പറ്റില്ല, കാർ കൊണ്ട് കൊടുക്കണമെന്ന്. എനിക്ക് സൈഡ് സീറ്റ് ഇരുന്ന് യാത്ര ആദ്യം പറഞ്ഞോണ്ടിരിക്കാതെ ആ താക്കോലിങ് എടുക്കാൻ എനിക്ക് കാർ എടുത്തോണ്ട് പോണമെന്ന്. ഇനി ഞാനുള്ള സത്യമൊക്കെ തുറന്നു പറയാം. എന്റെ പനാമേ ഭവാനിയെ അതെ മോനെ, അതെ ഡയലോഗ് മറന്നു നിൽക്കാന്ന് തോന്നത്തെ. എന്റെ മാല കുരങ്ങൻ കൊണ്ടുപോയില്ലയോ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്ത ബാഗിനകത്താണ് ആ കാറിന്റെ താക്കോല്.